ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്താണ് സ്കിൻ കെയർ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ സ്കിൻ കെയർ ചെയ്യാം, ആർക്കൊക്കെ സ്കിൻ കെയർ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കിൻ കെയർ എന്താണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ചെറിയ സമയത്തൊക്കെ ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതും മറ്റേ ബേബി ലിപ്സിൻ്റെ ഒരു ലിപ് ബാം പോലത്തെ ലിപ്സ്റ്റിക്കില്ലേ, ചെറുത്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യണം അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന മറ്റേ രക്തചന്ദനം അങ്ങനെയൊക്കെ നമ്മൾ ഇടുമായിരുന്നു. നമ്മൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോഴാണ് എന്താണ് സ്കിൻ കെയർ എന്ന് മനസ്സിലാക്കിയതും അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി ആർക്കൊക്കെ സ്കിൻ കെയർ ചെയ്യാം, ഏതൊക്കെ പ്രായത്തിൽ മുതൽ തുടങ്ങാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയും 18 വയസ്സായിട്ടില്ലല്ലോ, അപ്പൊ മുഖത്തൊന്നും തേക്കരുത് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അണ്ടർ 18 ആയിട്ടുള്ള ആൾക്കാർക്കും പ്രത്യേകതരം, അതായത് ടീനേജേഴ്സിനുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റിയത് മറ്റേ ഫിക്സ് ഡെർമ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ഒക്കെ ടീനേജേഴ്സിനെ യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അണ്ടർ 18 ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് ഇണങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഏജിനുള്ള പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല ഞാൻ യൂസ് ചെയ്യുന്നത്. സോ എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളൊരു സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. സ്കിൻ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. നമുക്ക് നോർമലി ഉള്ളത് നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ ആണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തിട്ടും ഫേസിൽ നല്ല ഓയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓയിലി സ്കിൻ ആണ്. ഇനി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഓയിൽനെസ് എല്ലാവർക്കും ഉണ്ടാവും. അത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീ സോൺ മാത്രം ഓയിലി ആണ്, ബാക്കിയൊക്കെ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അതൊരു കോമ്പിനേഷൻ സ്കിൻ ആണ്. പിന്നെ ഡ്രൈ സ്കിൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എപ്പോഴും ഫേസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ആൻഡ് നോർമൽ സ്കിൻ നോർമൽ സ്കിൻ ആണ്. ഓക്കെ, അതാണ് ഒരു സ്കിന്നിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ എന്താന്നുള്ളതാണ്. സ്കിൻ എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഒരുപാട് കുരുവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്കിൻ കെയർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫൈൻഡ് യുവർ സ്കിൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്കിൻ ആദ്യം നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് സ്കിൻ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഡ്രൈ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, പിന്നെ ആക്നെയൊക്കെ വരുന്ന സ്കിൻ ഉണ്ട് കേട്ടോ. അതൊക്കെ ഡിഫറെന്റ് ആണ്. അതായത് ഇത് എല്ലാ സ്കിന്നിലും കുരു വരാം, ഡ്രൈയിലാണെങ്കിലും കുരു വരാം, ഓയിലി ആണെങ്കിലും ഓയിലി ആണ് കൂടുതലും പിമ്പിൾസ് വരുന്നത്. ഇനി അടുത്തത്, ഈ സ്കിന്നിനെല്ലാം നമ്മളൊരു അടിത്തറ ഇടണം അല്ലെ. നമ്മൾ ഇപ്പോ സ്കിൻ കെയർ ചെയ്യണം, ഓക്കെ എനിക്ക് പെട്ടെന്ന് ഒരു സൺസ്ക്രീൻ എടുത്തിടാം, അങ്ങനെയല്ല. സ്കിൻ എന്ന് പറഞ്ഞാൽ അതൊരു അടിത്തറ കൊടുക്കണം നമ്മൾ. ആ ഒരു അടിത്തറയിൽ നിന്നാണ് നമ്മൾ മുകളിലോട്ട് അത് സെറ്റ് ആക്കി എടുക്കുന്നത്. ഇപ്പൊ എന്റെ സ്കിൻ ഇത്രയും ഗ്ലോയിങ് ആയിട്ടും അതേപോലെ എന്റെ സ്കിൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെയാണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും എന്റെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കിന്നും ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നും മസ്റ്റ് ആയിട്ടും കെയർ ചെയ്യുക, എല്ലാം കൊണ്ടും കെയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വെയിൽ വന്നാൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കുട ചൂടുക, അങ്ങനെ കുറെ നമുക്കറിയാലോ സ്കിന്നിന്റെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ഇതിനുള്ള അടിത്തറ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് CTM ആണ് ഇതിന്റെ അടിത്തറ. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ. അത് കഴിഞ്ഞിട്ട് വേണം സെറം ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും നിങ്ങളുടെ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട്. CTM, ഈ CTM എന്ന് പറയുന്നത് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ആണ്. ക്ലെൻസർ എന്ന് പറയുന്നത് ഫേസ് വാഷ് ആണ്. പല ആളുകൾക്കും ക്ലെൻസറും ഫേസ് വാഷ് ഒക്കെ മാറിപ്പോവാറുണ്ട്. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഫേസ് വാഷ് അല്ലാണ്ട് നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ക്ലെൻസിങ് ഓയിൽ കിട്ടും, ക്ലെൻസിങ് ബാം കിട്ടും, എല്ലാം ക്ലെൻസ് ചെയ്യാൻ, അതായത് ഫേസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതിന് നമ്മൾ ക്ലെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലെൻസർ ആയിട്ട് നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ് ബാം ഒക്കെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്താൽ മതി. ഡെയിലി ക്ലെൻസിങ് ഓയിലും ക്ലെൻസിങ് ബാമും യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല കേട്ടോ. സോ ക്ലെൻസർ ആയിട്ട് ഞാനിവിടെ എടുക്കുന്ന ഫേസ് വാഷ് ആണ്. ആദ്യം ക്ലെൻസ് ചെയ്യുക, ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് വാങ്ങുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഇണങ്ങിയ ഫേസ് വാഷ് മാത്രം വാങ്ങുക. ഓയിലിക്കാർക്ക് ഓയിലി സ്പെഷ്യൽ ആയിട്ടുള്ള ഫേസ് വാഷസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈ, നോർമൽ എല്ലാവർക്കും അതിൻ്റെതായ ഫേസ് വാഷ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക. അത് ഒരു 2 days യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വന്നാൽ പെട്ടെന്ന് തന്നെ നിർത്തിക്കൊള്ളണം. ഓക്കെ,
ഞാനൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. എനിക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെറ്റ് മീ ഷോ യു. ഫാനൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പ്രൊഡക്റ്റ്. ഡാം ഡോക്കിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ്. എനിക്കിത് ഒട്ടും പറ്റിയില്ല. ഞാനിതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഇവിടെ വെച്ചേക്കുവാണ്. സോ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സാലിസിലിക്, നയാസിനമൈഡ്, അതുപോലെ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സാലിസിലിക് ആസിഡ് ആണെങ്കിലും നിങ്ങൾക്ക് വീക്ക്ലി 2 times ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നയാസിനമൈഡ് ആണെങ്കിലും റെറ്റിനോൾ ആണെങ്കിലും. അപ്പൊ മാക്സിമം അങ്ങനെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാതിരിക്കുക. അതായത് നിങ്ങൾ വാങ്ങാണ്ടെന്നല്ല, ഫേസ് വാഷിൽ അങ്ങനെ അടങ്ങിയിരുന്നാൽ പണിയാണ്. ഫേസ് വാഷിലൊക്കെ സാലിസിലിക് ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. കാരണം സാലിസിലിക് ആസിഡ് എപ്പോഴും ഫേസിൽ ഇടാൻ പാടില്ല, സെറം ആണെങ്കിൽ പോലും. അതൊരു 2 days 3 days ഇടവിട്ട് ഇടുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ പിന്നെ ഡെയിലി ഞാൻ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത കുരു വരില്ലേ, അങ്ങനെയാണ് എനിക്ക് കുരു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒരു കണക്കിനാണ് മാറ്റിയെടുത്തിട്ടുള്ളത്. സോ ക്ലെൻസർ ആണ്, ആദ്യം തന്നെ ഫേസ് വാഷ് ആണ്. പിന്നെ ടോണർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യുക. അതാവുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ്, ഫേസിന് ഒരു ഹൈഡ്രേഷൻ തരും, നിങ്ങളുടെ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ക്ലെൻസർ കഴിഞ്ഞു, ടോണർ കഴിഞ്ഞു. ടോണർ ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലെൻസർ ടോണർ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ആയതിനു ശേഷമേ നിങ്ങൾക്ക് എന്തും മുഖത്തിടാൻ പാടുള്ളൂ. ഇതിനെല്ലാം വേണ്ടത് ക്ഷമയാണ്. ക്ഷമ വേണം, വേറെ ഒന്നുമല്ല. ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നു, ഫേസ് പാച്ച് ട്രൈ ചെയ്തു. അതായത് ഫേസ് ഇങ്ങനെ ഉടച്ചൊന്നും തുടക്കരുത്, ഫേസ് നമ്മളിങ്ങനെ ഒപ്പി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ടോണറാണ്. ഇപ്പൊ ടോണർ നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം, നമ്മൾ വാങ്ങുന്ന പോലെ. എന്റെ ടോണർ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ടോണർ ഫേസിലോട്ടൊന്ന് സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യുക. ഒരുപാട് സെറ്റ് ആവണ്ട, നമുക്ക് നേരെ മോയ്സ്ചറൈസർ ഇടാം. ചെറിയൊരു നനവാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ടോണർ കഴിഞ്ഞു, മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യാം. കാരണം മോയ്സ്ചറൈസർ അബ്സോർബ് ആവാണ്ട് നിങ്ങൾ മേക്കപ്പിനാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് അബ്സോർബ് ആവണം, അത് ഫേസിലോട്ട് സെറ്റ് ആവണം. അതിനുള്ള ക്ഷമ നിങ്ങൾ കൊടുക്കുക. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺസ്ക്രീനോ സെറംസോ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ മോയ്സ്ചറൈസർ ഫേസിലോട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഐറ്റം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ മൈൻഡിൽ എപ്പോഴും വെക്കാട്ടോ. ഇപ്പൊ എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് സ്കിൻ കെയർ ചെയ്യണം എന്നില്ല. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്ത് പുറത്തു പോകുന്ന ധൃതിക്ക് വേദന ക്ലെൻസർ ഇട്ട് കഴുകി ഫേസ് വാഷ് ഇട്ടു, അതായത് ഫേസ് വാഷ് ഇട്ട് കഴുകി, ദെൻ ടോണർ ഇട്ടു, അതിന്റെ മുകളിൽ തന്നെ മോയ്സ്ചറൈസർ ഇട്ടു. അപ്പൊ അതൊരു ലോക്കിംഗ് ആയിട്ടില്ല, അത് വേസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ വാങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് സ്കിന്നിന്റെ ഒരു അടിത്തറ വരുന്നത്. നമ്മളൊരു വീടിന് ഒരു അടിത്തറ ഇട്ടതിന് ശേഷമല്ലേ നമ്മൾ ബാക്കിയുള്ള ജനലും വാതിലൊക്കെ വെക്കോളൂ. നമ്മൾ ഡയറക്റ്റ് ഒരു ജനലും വാതിലും കൊണ്ട് വെക്കില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്കിന്നിന്റെ കാര്യത്തിലും. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കൂടി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ പില്ലോ കവേഴ്സ്, ബെഡ്ഷീറ്റ്സ് ഒക്കെ വീക്ക്ലി ട്വൈസ് എങ്കിലും മാറ്റാം. നമ്മൾ ഈ തലയിലുള്ള ഡേർട്സ്, അല്ലെങ്കിൽ നമ്മൾ തല ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കുളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ തലയിൽ വരുന്ന പൊടികളൊക്കെ നമ്മുടെ പില്ലോ കവറിലാവും. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അത് ഫേസിലോട്ടാവും. അങ്ങനെയൊക്കെ നമുക്ക് പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങൾ കറക്റ്റ് ആക്കുക. ഓക്കെ, CTM കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം UV പ്രൊട്ടക്ഷനും UV ലൈറ്റ്സിന്റെ പ്രൊട്ടക്ഷനും കിട്ടുന്ന സൺസ്ക്രീൻ വേണം നിങ്ങൾ വാങ്ങാൻ വേണ്ടി. ബിക്കോസ് നമ്മൾ ഈ വരുന്ന ലൈറ്റ്സ് വരെ നിങ്ങളുടെ സ്കിൻ ഡാമേജസ് ഉണ്ടാക്കാം. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരുന്ന പിമ്പിൾസ്, സ്കിൻ കെയറിൽ ഒതുങ്ങാത്ത പിമ്പിൾസ് ഒക്കെ നിങ്ങൾ ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തതൊക്കെ നാച്ചുറൽ റെമഡീസ് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സെറംസ് യൂസ് ചെയ്യാം, ബ്രൈറ്റനിങ് സെറംസ് യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കറക്റ്റ് ആക്കുക. പില്ലോ കവേഴ്സ് മാറ്റുക, സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ ഇടുക, ഫേസ് എപ്പോഴും കെയർ ചെയ്യുക. ഫേസിൽ യൂസ് ചെയ്യുന്ന ടവല് വേറെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ടവലാണ്. നിങ്ങളുടെ ബോഡിയിൽ പോലും ആ ഒരു ടവൽ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടവൽ യൂസ് ചെയ്തേ പറ്റും.
ആണുങ്ങൾക്കും സ്കിൻ കെയർ ചെയ്യാം. നിങ്ങൾ മഞ്ഞൾ പോലത്തെ സാധനങ്ങളൊക്കെ സ്കിന്നിൽ ഇടാതിരുന്നാൽ മതി. ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ ഇടുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് സ്കിൻ കെയറിന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണ്, നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്തിട്ടില്ല, എന്താണിതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അല്ലാത്തവർ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ തുടങ്ങും എന്നറിയാണ്ട് ഒരുപാട് ആളുകൾ ഇരുന്നിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ചപ്പോഴാണ് ഓക്കെ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത്, ഇത് ലോക്ക് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. വേറൊരു കാര്യമുണ്ട്, പിമ്പിൾസ് ഉള്ള ആളുകൾ പിമ്പിൾസിൽ തൊടരുത്. നമ്മുടെ സ്കിന്നിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചിക്കി മാന്തി ഇങ്ങനെ ഒന്നും തൊടരുത്. കാരണം അത് കൂടുതലും വഷളാവത്തേ ഉള്ളൂ. അതിലോട്ട് നോക്കേ വേണ്ട. ഒരു കുരു വന്നോ തന്നെ അവിടെ വന്ന് പോട്ടെ, അല്ലാണ്ട് നിങ്ങൾ ആ കുരു വളർത്തി വലുതാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ടച്ച് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ ഫേസിലുള്ള ഡേർട്സ് അല്ല നമ്മുടെ കയ്യിലുള്ള ഡേർട്സ് ഒക്കെ ഫേസിലാവും. മാത്രമല്ല പിമ്പിൾസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. പിന്നെ നാച്ചുറൽ റെമഡീസ്, നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നാച്ചുറൽ റെമഡീസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുക. തൈര്, കാപ്പിപ്പൊടി, അരിപ്പൊടി, പിന്നെ തേൻ, അതൊക്കെ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുക. സ്ക്രബ് ചെയ്യാം. ഓക്കെ. ലിപ്പിലാണെങ്കിലും ലിപ്പ് സ്ക്രബ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ചെയ്ത് സ്കിൻ കെയർ ചെയ്ത് പോകുന്നത്. അപ്പൊ സ്കിൻ കെയറിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കാരണം ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒന്നും എന്താണ് പ്രൊഡക്റ്റ് എന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒരു സ്കിൻ കെയർ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളൂ. നിങ്ങളുടെ സ്കിന്നിനുള്ള മാറ്റം കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോയി, നേരത്തെ എന്റെ സ്കിൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയല്ലേ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കട്ടെ. ആ മാറ്റം എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ ഒന്നും ചെയ്യാണ്ട് അലപ്പറായിട്ട് നടന്നിട്ടുണ്ട്. എൻ്റെ കൈയും കാലും ഫേസൊക്കെ പിഗ്മെന്റേഷനും ടാനൊക്കെ അടിച്ചിട്ട് നല്ല ഷോക്കായിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് വീട്ടിലിരുന്ന സ്കിൻ കെയറും ഫേസിൽ റെമഡീസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓൾസോ സൺസ്ക്രീൻ പോലും ഞാൻ മിസ് ഔട്ട് ചെയ്യാണ്ടാണ് കേട്ടോ ഇടുന്നത്. ഇപ്പൊ പോലും ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളതൊരു ഫോളോ ചെയ്ത് പോകുന്നൊരു കാര്യമാണല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ. നിങ്ങൾ പുറത്തു പോയി വന്നിട്ട് നിങ്ങളുടെ ഫേസിൽ ലിപ്സ്റ്റിക്കോ ഐലൈനറോ എന്ത് വേണമെങ്കിലും ഫൗണ്ടേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് ഉറങ്ങുക. ഇനിയിപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എങ്കിലും ഇട്ടിട്ട് കിടന്നുറങ്ങുക കേട്ടോ. നമ്മൾ പിന്നെയും നമ്മുടെ ഈ ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ ഫേസിൽ ഫൗണ്ടേഷൻ ഒന്നും വെച്ച് ഉറങ്ങണ്ട. പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ ഫേസ് ഒക്കെ വാഷ് ഔട്ട് ചെയ്തിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സ്കിന്നിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്തായാലും എന്റെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്നത് കൊറിയൻ സ്കിൻ കെയർ ആണ്. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, സ്കിൻ കെയറിന് അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങളൊരു 40 ഏജ് ആയി, ഇനി എന്തിനാ എന്നൊക്കെ നമ്മൾ പറയൂലേ, ഇപ്പൊ കൊച്ചൊക്കെ ഇനി എന്തിനാ എന്നൊക്കെ പറയും. അങ്ങനെയല്ല കേട്ടോ. സ്കിൻ നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യാം കേട്ടോ. അതനുസരിച്ച് നിങ്ങൾക്കുള്ള ചേഞ്ചസ് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, സ്കിൻ കെയറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നവരേക്കും ബൈ.